രാജ്യത്ത് ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുകൾ തടയുന്നതിന്റെ ഭാഗമായി 17,000 വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്ത് ആഭ്യന്തര മന്ത്രാലയം. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്ററാണ് വാട്സ്ആപ്പ് അക്കൗണ്ടുകൾ കണ്ടെത്തി ബ്ലോക്ക് ചെയ്തത്. അക്കൗണ്ടുകളിൽ ഭൂരിഭാഗവും കംബോഡിയ, മ്യാൻമർ, ലാവോസ്, തായ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവയാണ്. ഈ അക്കൗണ്ടുകൾ സൈബർ തട്ടിപ്പിന് ഉപയോഗിച്ചുവെന്ന പരാതിയെ തുടർന്നാണ് നടപടി. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ വഴി തട്ടിപ്പിനിരയായവർ നൽകിയ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. പരാതികൾ പരിശോധിച്ച ശേഷം സംശയാസ്പദമായ അക്കൗണ്ടുകൾ കണ്ടെത്തുകയും ഈ നമ്പറുകൾ ബ്ലോക്ക് ചെയ്യാൻ ആഭ്യന്തര മന്ത്രാലയം വാട്സാപ്പിന് നിർദ്ദേശം നൽകുകയുമായിരുന്നു. ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിൽ ഇന്ത്യക്കാരെ കുടുക്കുന്നതിൽ ഈ അക്കൗണ്ടുകൾ സജീവമായി പങ്കെടുത്തതായിട്ടാണ് റിപ്പോർട്ട്. 50% അക്കൗണ്ടുകളും 2024 ജനുവരി മുതൽ ആക്റ്റീവായിരുന്നുവെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ജോലി വാഗ്ദാനം ചെയ്ത ഇന്ത്യൻ പൗരന്മാരെ കംബോഡിയയിലേക്ക് എത്തിക്കുന്ന മനുഷ്യക്കടത്തുകാർ പിന്നീട് ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകളും സൈബർ കുറ്റകൃത്യങ്ങളും നടത്താൻ നിർബന്ധിതരാകുന്നതായിട്ടും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഡിജിറ്റൽ അറസ്റ്റിൽ തട്ടിപ്പുകാർ ഉദ്യോഗസ്ഥരായി ആൾമാറാട്ടം നടത്തി ആളുകളെ കബളിപ്പിക്കുകയും വലിയ തുകകൾ കൈമാറാൻ അവരെ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. CBI ഏജന്റുമാരോ ആദായ നികുതി ഉദ്യോഗസ്ഥരോ കസ്റ്റംസ് ഏജന്റുമാരുമായി ചമഞ്ഞുകൊണ്ടാണ് തട്ടിപ്പുകാർ പ്രത്യക്ഷപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.